നാട്ടികയിൽ UDF സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് CC മുകുന്ദൻ MLA. CPI-യുമായി ബന്ധം അവസാനിപ്പിക്കുകയാണെന്നും നാട്ടിക സീറ്റ് ഗീതാ ഗോപിക്ക് നൽകിയത് പേയ്മെന്റ് സീറ്റാണെന്നും മുകുന്ദൻ ആരോപിച്ചു. മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം UDF തുടങ്ങിയപ്പോൾ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് LDF. ജയിക്ക് മാത്രമല്ല, എനിക്ക് ജനങ്ങളോട് പറയേണ്ട കാര്യം തുറന്നു പറയാനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കും. ഞാൻ ഈ പ്രചരണ രംഗത്ത് തന്നെ കൂടി ഈ പ്രവർത്തന രംഗത്തുണ്ട് അവരെ കൂട്ടിയോജിച്ച് മുന്നോട്ട് പോകും. സീറ്റ് കിട്ടാതായതോടെ നേതൃത്വവുമായി ഇടഞ്ഞ MLAയെ സ്വന്തം പാളയത്തിൽ എത്തിക്കാനുള്ള കോൺഗ്രസ് നീക്കമാണ് ഫലം കണ്ടത്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഇടപെട്ടതിന് പിന്നാലെ ജില്ലയിലെ മുതിർന്ന നേതാവായ ജോസ് വള്ളൂർ മുകുന്ദനെ MLA ഓഫീസിലെത്തി കണ്ടു. മണ്ഡലം കമ്മിറ്റി സ്ഥാനം രാജിവെച്ചെന്നും വേണ്ടിവന്നാൽ MLA സ്ഥാനം രാജിവെക്കുമെന്നും CC മുകുന്ദൻ വ്യക്തമാക്കി. ഞാൻ എന്റെ ചുമതലസ്ഥാനം ഉണ്ടാകുന്നത് മണ്ഡലം കമ്മിറ്റി അംഗമാണ്. അത് ഇന്നലെ രാജിവെച്ചു. അൽമൽസാനം ഇപ്പൊ എന്റെ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അതും രാജിവെക്കും. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നേതാക്കൾ തീരുമാനമെടുക്കുമെന്ന് ജോസ് വള്ളൂർ. UDF നേതൃത്വം എന്ത് തീരുമാനിക്കണം, KPCC എന്ത് തീരുമാനിക്കണം എന്നുള്ളത് സംബന്ധിച്ച് KPCC ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരെ ആലോചിച്ച് ആ കാര്യത്തിൽ യുക്തമായ തീരുമാനമെടുക്കും. പാർട്ടിക്കെതിരെ ഗുരുതര ആരോപണമാണ് CC മുകുന്ദൻ ഉന്നയിക്കുന്നത്. മുകുന്ദനെ പാർട്ടി ശത്രുവായി കാണുന്നില്ലെന്നും മുകുന്ദൻ മറുചേരിയിൽ പോകില്ലെന്നുമാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ഞങ്ങൾ മുകുന്ദനെ ഒരിക്കലും ശത്രുവായിട്ട് കാണില്ല. ഇത്രയും വർഷം മുകുന്ദൻ സ്നേഹിച്ച പാർട്ടിയെ തള്ളിപ്പറയുമെന്നോ ശത്രുപാളയത്തിലെ ഒരു ആളായിട്ട് മുകുന്ദൻ മാറുമെന്നോ ചിന്തിക്കാൻ മറ്റു പേരുന്നില്ല. പാർട്ടി നിയോഗിച്ച പേഴ്സണൽ സ്റ്റാഫ് വ്യാജ ഒപ്പിട്ട് പണം തട്ടി എന്ന് MLA ആരോപിച്ചതോടെയാണ് മുകുന്ദനും പാർട്ടിയും തമ്മിൽ ഇടയുന്നത്. പാർട്ടിക്കെതിരെ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നത് പതിവായതോടെയാണ് മുകുന്ദനെതിരെ നടപടി വന്നത്. അതിലും തീരാതെയാണ് ഇപ്പോൾ സീറ്റ് നിഷേധം. മീഡിയ 1 തൃശൂർ.